السلام عليكم ورحمة الله. كتبنا فتيار. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله. മീറിന്റെ കൗല് ഇതാണ് നമ്മളെ ചർച്ച. لأنها المقابلة على سبيل الممانعة. ഷാരിന്റെ കൗലെടുത്തിട്ട് മീർ പറയുന്നത് لأنها المقابلة على سبيل الممانعة. എന്താ പറഞ്ഞത്? അവിടെ പറഞ്ഞല്ലോ, പിന്നെ അതായത് മുആറദന്റെ മഖാമിൽ പറയപ്പെടുന്നത് മുആറദക്ക് പറ്റൂല, അത് മുമാനാത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മുഖാബലയാണ്. യഥാർത്ഥത്തില് അതിനെ ഇത്തിറാദ് എന്ന് പറയാൻ പറ്റൂല. യഥാർത്ഥത്തിൽ ഇത്തിറാദ് എന്ന് പറയാൻ പറ്റൂല. കാരണം എന്താണെന്ന് പറഞ്ഞാല്, പിന്നെ ഇവിടുത്തെ ദഅവ എന്താണ്? ദഅവതാണ് ഏത്? മന്ദിക്കിലേക്ക് ഇഹ്തിയാജ് ഉണ്ടാവുക. മന്ദിക്കിലേക്ക് ഇഹ്തിയാജ് ഉണ്ടാവണം. അതായത് ഫിക്റിലുണ്ടാകുന്നതായ ഖത്തയിനെ അത് ശരിപ്പെടുത്തണമെങ്കിൽ, ഫിക്റിലുണ്ടാകുന്ന ഖത്തയിനെ ശരിപ്പെടുത്തണമെങ്കിൽ ഒരു ഖാനൂനിയായ ആലത്ത് ആവശ്യമാണ്. ഈ ഖാനൂനിയായ ആലത്താണ് സത്യത്തില് പിന്നെ മന്തിഖ് എന്ന് പറയപ്പെടുന്നത്. അപ്പം മന്തിഖ് എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രധാനപ്പെട്ട വിഷയം ദഅവത്ത് എന്താണ്? മന്തിക്കിലേക്ക് ഇഹ്തിയാജാവുക. മന്തിക്കിലേക്ക് ഇഹ്തിയാജാവാൻ കൊണ്ടുവന്ന ദലീല് എന്താണ്? അത് ഫിക്റുള്ള ഖത്തയിനെ തൊട്ട് കാക്കുക. ഇതാണ് ഇപ്പൊ അവിടെ വിഷയം. കൊണ്ടുവന്ന ദലീലും അതുപോലെ തന്നെ മദ്ലൂലും അഥവാ ദഅവയും അതാണ്. പക്ഷെ ഇവിടെ ഇവര് ഇത്തിറാദ് ചെയ്തല്ലോ. ആകാ പിന്നെ ഇഷാറത്തിനില ജവാബി മുആറദത്തിന് ഇഷാറത്ത് ഇത്തിറാദ് എഴുതിയില്ലേ? ആ ഇത്തിറാദ് യഥാർത്ഥത്തിൽ പറഞ്ഞാല് പിന്നെ ഒരു പിന്നെ മുആറദ എന്ന അടിസ്ഥാനത്തിലൂടെയല്ല, മുആറദ എന്ന രൂപത്തിലൂടെയല്ല അവിടുത്തെ ഇത്തിറാദ് ഉള്ളത്. പിന്നെ എന്താണ്? അതായത് ഒരു ദലീലിനെ മറ്റൊരു ദലീലിനോട് മുഖാബലയാക്കുക. എങ്ങനെ? മുമാനാത്തിന്റെ അടിസ്ഥാനത്തില്. അതാണ് ഇവിടെ ഇപ്പൊ സത്യത്തില് മുആറദന്റെ താരീഫ് എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ അങ്ങനെ പറയാറുള്ളത്. കാരണം ഒരു ദലീലിനെ കൊണ്ട് മറ്റൊരു ദലീലിനെ മുഖാബലയാക്കണം, നേരിടിക്കണം. പക്ഷെ ആ നേരിടിക്കൽ ഇവര് ഇത്തിറാദ് ചെയ്തെടുത്തില്ല. അതായത് ഇപ്പം അവിടെ ഷാരി എന്ന് പറഞ്ഞല്ലോ, എന്താ ഇത്തിറാദ് പറഞ്ഞോർത്ത് പറഞ്ഞില്ലേ? അതായത് അവിടെ ഈ പിന്നെ രണ്ട് വിഷയമുള്ളത്. ഒന്ന് മന്തിക്കിന്റെ നഫ്സിലേക്ക് ആവശ്യമാവുക, ഒന്ന് ഇൽമിലേക്ക് ആവശ്യമാവുക. അപ്പൊ കൊണ്ടുവന്ന ദലീല് സത്യത്തിൽ പറഞ്ഞ ഇഹ്തിയാജിനെ സുബൂത്താക്കുന്നതിന്റെ മേലാണ് ബന്ധിക്കുന്നത്, പിന്നെയോ താജുമിലേക്കല്ല ബന്ധിക്കുന്നത്. അപ്പൊ ഈ പറയപ്പെട്ട മഅറൂദ്, ഈ മുആറദ, അത് നമ്മൾ പൂർണ്ണമാണെന്ന് പറഞ്ഞാൽ തന്നെ അത് മന്തിക്കിനെ പഠിക്കുന്നതിനെ തൊട്ടുള്ള ഇസ്തിഗ്നാഇന്റെ മേൽ മാത്രമേ അറിയിക്കുന്നുള്ളൂ. മനസ്സിലായ? ഇസ്തിഗ്നാഇന്റെ മേൽ മാത്രമേ അത് അറിയിക്കുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ മന്തിക്കിനെ പഠിക്കുന്നതിലേക്ക് ആവശ്യമാവൂല എന്നുള്ള വിഷയം അത്ര ബഈദല്ല എന്ന് പറയാൻ പറ്റും. മനസ്സിലായ? അതാണ് ഇവിടെ ചർച്ച. അതിനെ സംബന്ധിച്ചാണ് മീർ പറയുന്നത് ഈ അന്നൽ മുഖാബലത്തു. സത്യത്തിൽ പറഞ്ഞ ഈ പറഞ്ഞ മുആറദ എന്ന് പറയുന്നത്, അത് മുആറദ എന്ന് പറഞ്ഞത് അത് മുഖാബലയാക്കല, മുമാനാത്തിന്റെ അടിസ്ഥാനത്തിൽ.
മുമാനാത്തിന്റെ അടിസ്ഥാനത്തിൽ മുക്കാബലയാക്കലാണ് എന്ന് പറഞ്ഞ കൗലാണ് ഇനി ചർച്ച ചെയ്യാൻ പോകുന്നത്. ഇനി ഈ പറഞ്ഞത് കൊണ്ടുള്ളതായ താല്പര്യം അന്നൽ മുആറളത, തീർച്ചയായിട്ടും മുആറള എന്ന് പറയുന്നത് മുത്തലക്കായ രൂപത്തിൽ മുആറള എന്ന് പറഞ്ഞാല് മുക്കാബലത്തു ദലീലി ബി ദലീലിൻ ആഖറ, അതായത് ഒരു ദലീലിനോട് മുക്കാബലയാക്കി കൊണ്ടുവരാം. ഏത് രൂപത്തിലാണ്? മുമാനിഇൻ ലിൽ അവ്വലി, അതായത് ഈ ഒന്നാമത്തെ ദലീല് മറ്റേ ദലീലിനെ, അതായത് ഒന്നാമത്തെ ദലീലിന് എന്ത് ചെയ്യണം? മൻഇ ചെയ്യണം. മുമാനാത്ത് വേണം. അപ്പൊ ഒന്നാമത്തെ ദലീലിനെ മൻഇ ചെയ്യുന്ന രൂപത്തിൽ രണ്ടാമത്തെ ദലീല് കൊണ്ടുവരിക എന്നുള്ളതാണ്. അതവന് അന്നൽ മുആറള എന്ന് പറയുന്നത് മുക്കാബലത്തു ദലീല്, ദലീലിനെ മുക്കാബലയാക്കലാണ്. ബി ദലീലിൻ ആഖറ, വേറെ ഒരു ദലീല് കൊണ്ട് എന്ത് ചെയ്യുക? മുക്കാബലയാക്കുക. അതാണ് യഥാർത്ഥത്തില് ഇത്തിറാദ് മുആറള എന്ന് പറയുന്നത്. മുമാനാത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യണം? ഒരു ദലീലിനെ മറ്റൊരു ദലീലിനോട് നേരിടീക്കണം. ഏത് വിഷയത്തില്? ഈ സുബൂത്തി മുഖ്തലാഹു, അതായത് നമ്മളെ ഇവിടുത്തെ ദഅവ ഉണ്ടല്ലോ, അല്ലെങ്കിൽ മുഖ്തല, ഈ മുഖ്തലയെ സുബൂത്താക്കുന്ന വിഷയത്തിന്, മുഖ്തലയെ സുബൂത്താക്കുന്ന വിഷയത്തില് ഇവിടെ മുഖ്തല ഇവിടെ ബുദ്ധ, അതായത് മന്ദിക്കിലേക്ക് എഹ്തിയാജാണ് എന്നുള്ള വിഷയം, അതിനാണിപ്പോ ഇവിടെ സുബൂത്ത്. അതിനെ ഇത്തിറാദ് ചെയ്യാനല്ല. ഇവിടെ ശാരി പറഞ്ഞെന്താണ്? മന്ദിക്കിലേക്ക് എന്ത് വേണം? എഹ്തിയാജ് ഉണ്ട്, അതിനെ ഗണ്ണിക്കണം. അപ്പൊ എണ്ണിക്കുന്ന രൂപത്തില് അവരെ ഗണ്ണനം മുന്തിക്കിലേക്ക് ആവശ്യമില്ല എന്നുള്ള സുബൂത്താക്കണമെങ്കിൽ ഇങ്ങനെ കൊണ്ടുവരണം. പക്ഷേ വമാ ദക്കർത്തും ജൈസ കദാലിക, നിങ്ങൾ കൊണ്ടുവന്നതായ ഇസ്തിദ്ലാല് ആ രൂപത്തിലുള്ളതല്ല, എങ്കിൽ നിങ്ങൾ കൊണ്ടുവന്ന മുആറള ആ രൂപത്തിലുള്ളതല്ല എന്ന കൗലുഹു, മുസന്നിഫിന്റെ കൗല്. ലാ യതമയ്യസു ഇൻദൽ അഖ്ലി ഇല്ലാ ബഅദൽ ഇൽമി ബിമൗദൂഇ. ഇനി അടുത്ത ചർച്ചയാണ്. അത് മുമ്പ് പറഞ്ഞത് ഖദ് സമീഅത അന്നൽ ഇൽമ ലാ യതമയ്യസു ഇൻദൽ അഖ്ലി ഇല്ലാ ബഅദൽ ഇൽമി ബിമൗദൂഇ. മൗദൂഇനെ കൊണ്ട് അറിയാതെ അഖലിന്റെ അടുക്കൽ ഒരു ഇൽമിനുക്കും തമയ്യുസ് ഉണ്ടാകൂല എന്ന് പറഞ്ഞില്ലേ? അതാണ് ഇനി നമ്മളെ ചർച്ച. ലാ യതമയ്യസു ഇൻദൽ അഖ്ലി ഇല്ലാ ബഅദൽ ഇൽമി ബിമൗദൂഇ. അഖൂലു ലാ യതമയ്യസു, വേർതിരിയുകയില്ല. എവിടെ? ഇൻദൽ അഖ്ലി, അഖലിന്റെ അടുക്കൽ വേർതിരിയൂല. എങ്ങനെ വേർതിരിയൂല? തമയ്യുസൻ താമായ രൂപത്തിൽ വേർതിരിയൂല. മാത്രമല്ല വലാ യഹ്സുലു ലഹു സിയാദത്തു ബസീറത്തിൻ ഫിശ്ശുറൂഇ ഫിൽ ഇൽമി, ഇൽമിൽ പ്രവേശിക്കുന്ന വിഷയത്തിൽ അധികരിച്ചതായ ഒരു ബസ്വാറത്ത് അത് കരസ്ഥമാവുകയും ഇല്ല. എവിടെ പ്രവേശിക്കുക? ഇൽമിൽ പ്രവേശിക്കുക. എപ്പോഴല്ലാതെ? ഇല്ലാ ബഅദൽ ഇൽമി ബിമൗദൂഇ, അല്ല, ഇല്ലാ ബഅദൽ ഇൽമി അറിഞ്ഞതിന്റെ ശേഷമല്ലാതെ. എന്തറിയണം? ബി അന്ന മൗദൂഅഹു മാദാ, അതായത് ഏതൊരു ഇൽമായാലും ആ ഇൽമിന്റെ മൗദൂ എന്താണെന്ന് അറിയണം. അതിന്റെ സബ്ജക്ട്, അതിന്റെ വിഷയം എന്താണെന്ന് അറിയണം. ഇവിടുത്തെ വിഷയം ഏതാണ്? തസ്ദീഖാണ്. അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് തസ്ദീഖിനെയാണ്. കാരണം മന്ദിക്കിന്റെ മൗദൂമല്ല, മാലൂമാത്തു തസ്ദീഖയും മാലൂമാത്തു തസവ്വുരിയും എന്നാണല്ലോ അപ്പൊ നമ്മൾ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ടുള്ള ഉദ്ദേശം ഇത് മൗദൂ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? അത് തസ്ദീഖ, വാസ്തവമാക്കലാണ്. എന്ത്? ബി അന്ന ചെയ്യൽ ഫുലാനിയ, ഇന്നാലിന്ന ഒരു ചെയ്യ്. മസല ഒരു ഉദാഹരണം പറയാം. ഇന്നാലിന്നത് മൗദൂ ഹാദൽ ഇൽമി, അത് ഇൽമിന്റെ മൗദൂവാണ്. ഏത്? ഈ മന്ദിക്കിന്റെ ഇൽമിന്റെ. അപ്പൊ ഈ മന്ദിക്കിന്റെ ഇൽമിന്റെ മൗദൂവാണ് ഇത് എന്നുള്ള രൂപത്തില് അറിയണം. ഇപ്പൊ ഏത് വിഷയമായാലും ഇപ്പൊ അങ്ങനെയാണല്ലോ. ഒരു മെഡിസിന്റെ വിഷയമാണെങ്കിൽ അവിടെ ഏതാണ്? ബദനുൽ ഇൻസാനാണ്. അപ്പൊ ആ ബദനുൽ ഇൻസാനെ സംബന്ധിച്ച് ശരിക്കും അറിഞ്ഞാല് എന്ത് ചെയ്യുള്ളൂ? അതായത് വൈദ്യശാസ്ത്രത്തിന്
അവനക്ക് അറിവുണ്ടാക്കാൻ കഴിയുള്ളൂ. അതേപോലെയാണ് മന്ദിക്ക് എന്ന് പറഞ്ഞാൽ മന്ദിക്കിന്റെ മൗദൂഅ് മനസ്സിലാക്കണം. മാലൂമാത്ത് തസവ്വുർ ചെയ്യും, മാലൂമാത്ത് തസ്ദീഖ് ചെയ്യും. അത് എന്താണെന്ന് ശരിക്കറിയണം. അതറിയാതെ ഒരു രൂപത്തിലും ആ ഇൽമിലേക്ക് ശുറൂ ചെയ്യാൻ കഴിയുകയില്ല. കമാ അശർനാ ഇലൈഹി സാബിഖ്, ഇതിലേക്ക് നേരത്തെ തന്നെ സൂചന നൽകിയത് അടിസ്ഥാനത്തിൽ. ഇനി ഖൗലു വലമ്മാ കാന മൗദൂഉൽ മന്തിഖി അഖസ്സ മിൻ മുത്ലഖിൽ മൗദൂഇ, അവിടെ പറഞ്ഞില്ല വലമ്മാ കാന മൗദൂഉൽ മന്തിഖി അഖസ്സ മിൻ മൗദൂഇൽ മുത്ലഖി, അതായത് മന്തിക്കിന്റെ മൗദൂഅ് മുത്ലഖുൽ മൗദൂഇനേക്കാളും അഖസ്സായി എന്ന് പറഞ്ഞല്ലോ. ആ കൗലിനെ പറ്റിയാണ് ഇനി ചർച്ച വരാൻ പോകുന്നത്. കാരണം മന്തിക്കിന്റെ മൗദൂഅ് എന്ന് പറഞ്ഞാൽ സാധാരണ മുത്ലഖുൽ മൗദൂഇനേക്കാളും അഖസ്സാണ്. കാരണം മുത്ലഖുൽ മൗദൂഅ് അങ്ങനെയല്ല. മുത്ലഖുൽ മൗദൂഅ് എന്ന് പറഞ്ഞാല് ഒരു ഇൽമില് ബസാറത്ത് ഉണ്ടാക്കാൻ ആവശ്യമായതായ ഏതൊന്നാണോ അതേ സംബന്ധിച്ചാണ് മുത്ലഖുൽ മൗദൂഅ് എന്ന് പറയാം. എന്നാൽ ഇവിടെ മന്തിക്കിന്റെ മൗദൂഅ് മുത്ലഖുൽ മൗദൂഇൽ പെടൂല, അത് മുഖയ്യദായ മൗദൂഅാണ്. മുഖയ്യദായ മൗദൂഅാണ്. അതായത് മന്തിക്കിന്റെ മൗദൂഅ് എന്ന് പറഞ്ഞാലും മുത്ലഖുൽ മൗദൂഇനേക്കാളും അത് അഖസ്സാണ്. മുത്ലഖുൽ മൗദൂഇനേക്കാളും എന്താണ് അഖസ്സാണ്. അതായത് ഖാസ് അറിയണമെങ്കിൽ എന്ത് വേണം? ആം അറിയണം. ആം അറിയാതെ ഒരിക്കലും എന്തുണ്ടാവില്ല, ഖാസ് ഉണ്ടാവില്ലല്ലോ. കാരണം ആവശ്യമിക വജൂദ് ഉണ്ടാവണമെങ്കിൽ ആദ്യം ആം. ഇതുപോലെ ഇപ്പൊ ഇൻസാൻ എന്നുള്ളത് ഖാസാണ്. അപ്പൊ ഇൻസാനാവുന്ന ഖാസിനെ അറിയണമെങ്കിൽ ഹയവാനാവുന്ന ആമിനെ നേരത്തെ തന്നെ അറിയണം. നേരത്തെ തന്നെ എന്ത് ചെയ്യണം? അറിയണം. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഈ ഖാസ് കൊണ്ട് തസവ്വുറാക്കുക എന്ന് പറയുന്നത് ആമ് കൊണ്ടുള്ള തസവ്വുർ കൊണ്ട് മുൻകടത്തപ്പെട്ടതാണ്. അപ്പൊ ഈ പറഞ്ഞതിൽ നമുക്ക് എന്ത് മനസ്സിലായി? മുത്ലഖുൽ മൗദൂഅ് തസവ്വുർ എന്ന് പറയുന്നത് അതായത് തസവ്വുർ എന്ന് പറഞ്ഞാല് അത് മുത്ലഖുൽ മൗദൂഅാണ്. മുത്ലഖുൽ മൗദൂഅാണ്. ആ മുത്ലഖുൽ മൗദൂഅ് എന്ന് പറയുന്നത് അത് മുൻകടത്തപ്പെട്ടതാണ്. അതല്ല ഈ മുത്ലഖുൽ മൗദൂഇനെ തസവ്വുറാക്കുക എന്ന് പറഞ്ഞത്. മുത്ലഖുൽ മൗദൂഅ് എന്താണെന്ന് മനസ്സിലാക്കുക എന്ന് പറഞ്ഞ കാര്യം അത് മുത്ലഖായ മൗദൂഇനെ മനസ്സിലാക്കണമെങ്കിൽ മുത്ലഖുൽ മൗദൂഇനെ ആദ്യം ചെയ്യണം, മനസ്സിലാക്കണം. രണ്ടും രണ്ട് രൂപമാണ്. മനസ്സിലായില്ലേ? മുത്ലഖായ മൗദൂഇനെ, അതായത് പിന്നെ ഇപ്പൊ ആമിനിപ്പോ ഉദാഹരണം പറയാ, ഇൻസാന് മനസ്സിലാവണമെങ്കിൽ ആമ് മനസ്സിലാവണം. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഖാസ് കൊണ്ട് തസവ്വുറാക്കുക എന്ന് പറയുന്നത് ആമ് കൊണ്ട് തസവ്വുറാക്കുക എന്ന അടിസ്ഥാനത്തിലാണ്. അത് ചർച്ച ചെയ്യാൻ പോലെ അപ്പോലും ഞാൻ പറയുന്നു, ആദാ കലാമുൽ ഖൗമി, ഈ പറഞ്ഞത് മനാസിക്കത്തിന്റെ കലാമാണ്. അതോടുകൂടെ വയതബാദറു മിൻഹു, ഈ പറഞ്ഞതിൽ നിന്നും ഉത്ഭൂതമാകുന്നുണ്ട്. എങ്ങോട്ട്? ഇലൽ ഫഹ്മിലേക്ക് വരുന്നുണ്ട്. എന്താ വരുന്നത്? അന്നൽ മഖ്സൂദ, ഇവിടെ ബിദ്അത്ത് ഉദ്ദേശിക്കപ്പെടുന്നത് തസവ്വുറുൽ മൗദൂഇ, മൗദൂഅ് എന്താണെന്ന് മനസ്സിലാക്കലാണ്. എന്താ മൗദൂഅ്? ആമായ മൗദൂഅ് എന്താണെന്ന് മനസ്സിലാക്കാൻ. പിന്നെന്തല്ല മന്തിക്കിന്റെ മൗദൂഅ് എന്താണ്? അങ്ങനല്ല. കാരണം മൗദൂഅ് എന്നുള്ള ആ ആമായ മൗദൂഅ്, ആ മൗദൂഇനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ അപ്പം മന്തിക്കിന്റെ മൗദൂഅ് മനസ്സിലാവും, നാവിന്റെ മൗദൂഅ് മനസ്സിലാവും, സർഫിന്റെ മൗദൂഅ് മനസ്സിലാവും, മആനിന്റെ മൗദൂഅ് മനസ്സിലാവും, ഒക്കെ മനസ്സിലാവും. എങ്കിൽ വലുതാലിക്ക, ഈ കാരണം കൊണ്ട് ഏത് പെട്ടെന്ന് ഹൃദയത്തിലേക്ക് ചെന്നു ചേരുന്നത് മൗദൂഅ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം.
അല്ലേ? കാരണം മൗദു എന്താണെന്ന് മനസ്സിലായാലാണല്ലോ ഈ മന്തിക്കിന്റെ മൗദുവാണ്, അതായത് ഇന്നാതിന്ന വസ്തു മന്തിക്കിന്റെ മൗദുവാണ് നമുക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പൊ സത്യത്തിൽ മൗദു എന്താണെന്ന് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് പരിതാലിക്കറതാലി. ഈ കാരണത്തിന് വേണ്ടിയിട്ടാണ് അവിടെ മുസന്നിഫിന്റെ മേൽ എന്ത് ചെയ്തത്? തുരിതാലി എഴുത്തിറാത് ചെയ്യപ്പെട്ടത്. എന്താണ് ഇവിടെ ഈ കലാം? ഈ കലാമിന്റെ മേൽ എങ്ങനെ എത്തിറാത് ചെയ്തത്? ബി അന്നൽ ഇൽമ ബിൽ ഖാസി, ഖാസ് കൊണ്ടുള്ള, തീർച്ചയായിട്ടും ഖാസ് കൊണ്ടുള്ള ഇൽമ് എന്നുള്ളത്, ഖാസ് കൊണ്ടിട്ടുള്ള ഇൽമ് എന്നുള്ളത് മസ്ബൂക്കും ബിൽ ഇൽമിൽ ആമി, ആമ് കൊണ്ടുള്ള ഇൽമ് കൊണ്ട് മുൻകടത്തപ്പെട്ടതാണ്. ആമറിയില്ല. ഉദാഹരണം പറയാം, ഇൻസാനെ പറ്റി അറിയണമെങ്കിൽ ഹൈവാനെ പറ്റി അറിയണം. അപ്പോ ഇതജിത്തമാഹുനാക്ക ശൈആനി, ഇവൻ ഈ സന്ദർഭത്തില് നമ്മൾ പറഞ്ഞല്ലോ, അതായത് പെട്ടെന്ന് ഹൃദയത്തിലേക്ക് ഏത് മൗദുവാണ് വരേണ്ടത് എന്ന് പറഞ്ഞിടത്ത് നമുക്ക് മനസ്സിലാകുന്നത് എന്ന് പറഞ്ഞില്ലേ, അവിടെ പിന്നെ ഖാസ് കൊണ്ടുള്ള ഇൽമ് ആമ് കൊണ്ടുള്ള ഇൽമ് കൊണ്ട് എന്താണ് മുൻകടത്തപ്പെട്ടതാണ്. അപ്പൊ ആ സന്ദർഭത്തിൽ രണ്ട് വിഷയം അവിടെ ഉണ്ടാകുന്നത്. അതാ പറഞ്ഞത്, ഇതൻ ആ സന്ദർഭത്തിൽ ഇജിത്തമാഹുനാക്ക ചെയ്യാനി, ഇവരത്തിൽ രണ്ട് വിഷയം പിന്നെ ഒരുമിച്ച് കൂടുന്നുണ്ട്. അഹദുഹുമ, ഒന്നാമത്തെ വിഷയം എന്താണ്? അന്നൽ ഇൽമ ബിൽ ഖാസി, ഖാസ് കൊണ്ടുള്ള ഇൽമു എന്ന് പറയുന്നത്, അൻ യകൂനൽ ഇൽമു ബിൽ ഖാസി, ഖാസ് കൊണ്ടുള്ള ഇൽമു ആവലാണ് ഇൽമം ബിൽ കുൻഹി, കുൻഹു കൊണ്ടുള്ള ഇൽമാവുക. ഖാസ് കൊണ്ടുള്ള ഇൽമു എന്ന് പറയുന്നത് കുൻഹു കൊണ്ടുള്ളതായി ഇൽമു ആവുക. അതായത് യഥാർത്ഥ ഹക്കീക്കത്ത് മനസ്സിലാക്കണമെങ്കിൽ എന്താണ്? ഖാസ് കൊണ്ട് അറിയണം. ഇപ്പൊ അയവാന് എന്ന് പറഞ്ഞാൽ ഇപ്പൊ അയവാനെ പറ്റിട്ട് യഥാർത്ഥത്തില് ഒരു ഹക്കീക്കത്ത് കുൻഹ് മനസ്സിലാക്കാൻ കഴിയുമെന്ന് പറയാൻ പറ്റൂലല്ലോ. കാരണം ഈ അയവാനി എന്നുള്ളത് കുറെ അഫ്രാദുകളുടെ ഇടയില് പിന്നെ ഇൻക്ലൂഡ് ആകാലോ. പിന്നെ പല അഫ്രാദുകളുടെ ഇടയിൽ ഉൾക്കൊണ്ടുകൊണ്ടിട്ടാണല്ലോ ഏതുള്ളത്? ഹയവാനുള്ളത്. നേരെ മറ്റു പിന്നെ ഇൻസാൻ അങ്ങനല്ല. ഇൻസാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ യഥാർത്ഥ സത്ത അങ്ങോട്ട് പിടുത്തം കിട്ടുകയാണ്. അതെ നമ്മൾ പറഞ്ഞ ഖാസ് കൊണ്ടുള്ള ഇൽമ് എന്ന് പറയുന്നത് കുനുഹ് കൊണ്ടുള്ള ഇൽമാവുക. അത് ശരിയാണ്, സംശയമില്ലല്ലോ. ഒന്ന്. ഇനി അതേപോലെ അതപ്പോ ഒന്നാമത്തെ വിഷയം. രണ്ടാമത്തെ വിഷയം എന്താണ്? രണ്ടാമത്തേത് അയ്യക്കൂനൽ ആമു ദാത്തിയ ലിൽ ഖാസി, ആമ് എന്നുള്ളത് ഖാസിനിക്ക് ദാത്തിയാവണം. ഖാസിനിക്ക് ദാത്തിയാവണം. അതെങ്ങനെ ദാത്തിയാവുക? അതായത് ഇപ്പൊ ഇൻസാന്റെ ദാത്തിയാത്തിൽപ്പെട്ടതല്ലേ ആമ്. ഇൻസാനിക്ക് രണ്ട് ദാത്തിയാത്തുണ്ട്. ഒന്ന് ഏതാണ്? നാത്തിഖിയത്ത് എന്നുള്ളതും ഹയവാനിയത്ത് എന്നുള്ളതും. ഇത് രണ്ടും ഏതാണ്? ഇൻസാനിന്റെ ദാത്തിയാത്തിൽപ്പെട്ടതാണ്. അപ്പൊ ആമ് ഇൻസാന്റെ ദാത്തിയാത്തിൽപ്പെടും. ഒന്ന്. രണ്ടാമത് പറഞ്ഞ വിഷയം എന്താണ്? ഖാസ് കൊണ്ടുള്ള ഇൽമ് എന്ന് പറഞ്ഞാൽ കുനുഹ് കൊണ്ടുള്ള ആ ഇൽമ് ആണ്. ഇതാണ് ഇപ്പൊ പറഞ്ഞ വിഷയം. എന്നാൽ സത്യത്തിൽ പറഞ്ഞാല് മീർ അവ രണ്ട് വാദത്തിനെയും എന്ത് ചെയ്യാണ്? തൂഫാനാക്കാൻ പോവുക. എന്താ മീർ പറയുന്നു? അതായത് കിലാഹുമാ മംനുവാനി, ഈ രണ്ട് വാദും മംനുവാണ്. നമ്മൾ പറഞ്ഞ രണ്ട് വാദം ഉണ്ടല്ലോ, ഈ രണ്ട് വാദും മംനുവാണ്. രണ്ട് വാദും മംനുവാണെന്ന് പറഞ്ഞാല് ഈ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞെന്താണ്? ഖാസ് കൊണ്ട് അറിയാ എന്ന് പറയുന്നത്, അതായത് ഖാസ് കൊണ്ടുള്ളതായ ഇൽമ് ആമ് കൊണ്ടുള്ള ഇൽമ് കൊണ്ട് മുൻകടത്തപ്പെട്ടതാണ് എന്നല്ല പറഞ്ഞത്. അതിനെ ഗണ്ണിക്കുക. എന്താ അതിനെ ഗണ്ണിക്കുന്നത് എന്നറിയാം? അതായത് പിന്നെ ഒരു മൗദൂഇനെ കുനുഹ് കൊണ്ട് തസവ്വുറാക്കല് നിർബന്ധമുള്ള കാര്യമില്ല. ഇൽമില് ഷുറൂ ചെയ്യണമെങ്കിൽ മൗദൂഇനെ അതിന്റെ കുനുഹ് കൊണ്ട് തസവ്വുറാക്കേണ്ട ആവശ്യമില്ല. പിന്നെ എന്ത് മതി? മൗദൂഇനെ വജുഹുമ കൊണ്ട് തസവ്വുറാക്കിയാൽ മതിയെന്ന്.
മൗദൂയിനെ വജുഹുമ്മ കൊണ്ട് തസവൂറാക്കിയാൽ തന്നെ മതി. രണ്ടാമത്തെ വാദം എന്തേ പറഞ്ഞത്? ആമ് എന്നുള്ളത് ഖാസിനക്ക് ദാത്തിയാണ് എന്നല്ല പറഞ്ഞത്. അതിനെയും ഗണ്ണിച്ചു. എങ്ങനെ ഗണ്ണിച്ചതെന്നറിയാം. ഉദാഹരണം പറയാം, മന്ദിക്കിന്റെ മൗദൂ അൽമാരാൻ മാലൂമാത്തു തസവുരെയും മാലൂമാത്തു തസ്തീഖിയും ആണല്ലോ. മാലൂമാത്തു തസവുരെയും മാലൂമാത്തു തസ്തീഖിയും. അപ്പൊ ഈ മുത്തലക്കുൽ മൗദൂ എന്ന് പറയുന്നത് രണ്ടിനും വസ്ഫാണല്ലോ. രണ്ടിന് ഈ മാലൂമാത്തു തസ്തീഖയിലും മാലൂമാത്തു തസവുരയുടെയും. അപ്പൊ ഈ മാലൂമാത്തു തസവുരെയും മാലൂമാത്തു തസ്തീഖിയെയും മൗലൂമാത്തു തസവുരെയും മാലൂമാത്തു തസ്തീഖിയും മൗദൂവാണ്. മൗദൂവാവുക എന്ന് പറയുന്നത് അതിന്റെ ദാത്തിനെ തൊട്ട് ഖാരിജിയായ ഒരു വസ്ഫാണത്. അപ്പൊ ഖാരിജിയായ വസ്ഫാകുമ്പോ സത്യത്തിൽ അത് ഏതാകുന്നില്ല, അതിന്റെ മൗദൂയിയത്തിനുള്ള അത് പിന്നെ ദാത്തിയായിട്ട് വരുന്നില്ല. ഇവിടെ ഇപ്പൊ ദാത്തിയായിട്ട് വരണമെന്ന അപ്പൊ നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തെ എന്താണ്? അതായത് പിന്നെ ഇവ രണ്ടും, അതായത് ഇടയിൽ ഒരു ഇംഗിത്താവ് വന്നപ്പോ രണ്ട് ഇതായി മാറിയതാണ്. ഒരു ക്ഷമ ചോദിക്കുന്നു. ഇനി ബന്ധപ്പെട്ട അൻമിനിമാരെ രണ്ടും കൂടി ഒന്നാക്കിയത് റാഹത്തായിരുന്നു. ഏതാ നമുക്ക് വിഷയത്തിൽ കടക്കാം. അവൻ പറഞ്ഞ വിഷയം ഇപ്പൊ എന്താണ്? അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, അതായത് ഒന്നാമത്തെ വാദം ഇപ്പൊ എന്തേ ഇപ്പൊ പറഞ്ഞത്? അതായത് ഖാസ് കൊണ്ടുള്ള ഇൽമ് എന്ന് പറഞ്ഞാൽ ആമ് കൊണ്ടുള്ള ഇൽമ്, അതായത് ഖാസ് അങ്ങനല്ല, ഖാസ് കൊണ്ടുള്ള ഇൽമ് എന്ന് പറഞ്ഞാൽ കുനുഹു കൊണ്ടുള്ള ഇൽമാണ് എന്നുള്ള വാദം. അതാണ് ഒന്നാമത്തെ വാദം. ആ ഒന്നാമത്തെ വാദം. രണ്ടാമത്തെ വാദം എന്താണ്? ആമ് എന്നുള്ളത് ഖാസിനക്ക് ദാത്തിയാണ് എന്നുള്ളത്. ഇതിനെ രണ്ടിനെയും പിന്നെ മീറ് ഗണ്ണിക്കുക. കിലാഹുമാ മംനുവാന്. ഇവ രണ്ടും എന്താണ്? മംനുവാണ്. ഇവ രണ്ടും മംനുവാണ്. എങ്ങനെ രണ്ടും മംനുവാന്ന് പറയാനുള്ള കാരണം എങ്ങനെയാണെന്നറിയാം. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞ എന്താ? അതായത് ഖാസ് കൊണ്ടുള്ള ഇൽമ എന്ന് പറഞ്ഞാൽ കുനുഹു കൊണ്ടുള്ള ഇൽമാണ്. അതിനെങ്ങനെ ഗണ്ണിക്കണമെന്ന് അറിയോ? അതായത് പിന്നെ ഒരു ഇൽമ്, ആ ഇൽമിന് നമുക്ക് ശുറൂ ചെയ്യണമെങ്കിൽ മൗദൂഇന്റെ കുനുഹ് എന്താണെന്ന് തസവ്വുറാക്കേണ്ടതില്ല. പിന്നെ എന്ത് വരി? ഒരു മൗദൂഇനെ വജൂമ കൊണ്ട് തസവ്വുറാക്കിയാൽ മതിയെന്ന്. വജൂമ കൊണ്ട് തസവ്വുറാക്കിയാൽ മതിയെന്ന് ആരും കാണാത്തൊരു പോയിന്റാണ് മീർ കണ്ടുപിടിച്ചിരിക്കുന്നത്. വജൂമ കൊണ്ട് തസവ്വുറാക്കിയാൽ മതിയല്ലോ. പിന്നെ മൗദൂ എന്താണ് എന്ന് അതിന്റെ കുനുഹ്, അതിന്റെ ഹക്കീക്കത്ത് മനസ്സിലാക്കേണ്ട ആവശ്യമില്ലല്ലോ. മൗദൂഇനെ വജൂമ കൊണ്ട് തസവ്വുറാക്കിയാൽ മതി. പിന്നെ അവിടെ കുനുഹ് കൊണ്ട് തസവ്വുറാക്കേണ്ടതില്ല. പിന്നെ ആമ് എന്നുള്ളത് ഖാസിനക്ക് ദാത്തിയാണ് എന്നുള്ളതിനാണ് പിന്നെ മന്യ ചെയ്തത്. അതെങ്ങനെ മന്യ ചെയ്തത്? ഈ മന്ദിക്കിന്റെ മൗദൂ എന്ന് പറഞ്ഞാൽ ഏതാ? മൗലൂമാത്തു തസവുരെയും മാലൂമാത്തു തസ്തീഖിയും. മുത്തലക്കുൽ മൗദൂ എന്ന് പറഞ്ഞാലോ അത് ഈ പറയപ്പെട്ട രണ്ടിനുമുള്ളതായ വസ്ഫാണ്, അല്ലേ? ആ മാലൂമാത്തു തസവുരിയ എന്ന് പറഞ്ഞാലും മാലൂമാത്തു തസ്തീഖിയ എന്ന് പറഞ്ഞാലും മൗദൂ ആണ് എന്നുള്ള വിഷയം വരുന്നത് അതിന്റെ മൗസൂഫിനെ തൊട്ട്. മുത്തലക്കുൽ മൗദൂ ആണല്ലോ മൗസൂഫ്. അല്ലാതെ പിന്നെ അത് ആ മുത്തലക്കുൽ മൗദൂയിനെ തൊട്ട് എന്താണ്, അഥവാ പിന്നെ മൗസൂഫിനെ തൊട്ട് അത് ഖാരിജിയായ ഒരു കാര്യമാണ്. അപ്പൊ സത്യത്തിൽ അതൊരു ദാത്തിയായിട്ട് ഒരിക്കലും അതിനെന്ത് ചെയ്യാൻ പറ്റൂല, അതിനെ സംബന്ധിച്ച് പറയാൻ പറ്റൂല. ഏത് ഈ മാലൂമാത്തു തസവുരിയും മാലൂമാത്തു തസ്തീഖിയും അത് ഒരു ദാത്തിയാത്താണ്, മൗദൂഇനക്കുള്ള ദാത്തിയാത്താണ് എന്ന് ഒരിക്കലും പറയാൻ പറ്റൂല. അതാ പറഞ്ഞത് ആമ് ഖാസിനക്കുള്ള ദാത്തിയാണ് എന്ന് പറഞ്ഞ വാദവും ശരിയല്ല. അതിന് ഒന്നുകൂടി വിശദീകരിക്കാൻ പോണ്. മംനുവാനി, അത് രണ്ടും മംനുവാണ്. എവിടെ? ഈ സൂറത്തിൻ നിസായിന്റെ സൂറത്തിലേക്ക് ചിന്തിക്കും. ഇഖ്തിലാഫിന്റെ ഉജീബാന്താരിഖ, അത് ശരിയല്ല. മീറിന്റെ വാദങ്ങളെ പൊളിച്ചേക്കാൻ പോവുകയാണ്. ഉജീബാന്താരിഖ, അതിനെ തൊട്ട് മറുപടി പറയപ്പെട്ടു. താങ്കൾ പറഞ്ഞ വാദം ശരിയല്ല. എന്താ കാരണം? ബി അന്നൽ ഖാസ്വ, തീർച്ചയായിട്ടും ഇവിടത്തെ ഖാസ് എന്ന് പറയുന്നത്
ഇവിടത്തിൽ ഇപ്പൊ നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നിടത്ത് പറഞ്ഞ ഈ ഖാസ്, അതിനി അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഏതാണ്? ഖാസ് എന്ന് പറഞ്ഞാൽ മൗദൂൽ മന്ദിക്ക്, ഈ മന്ദിക്കിന്റെ മൗദൂആണല്ലോ. മന്ദിക്കിന്റെ മൗദൂവിനെ പറ്റിയല്ല നമ്മളിവിടെ ഖാസ് ഖാസ് എന്ന് പറയുന്നത്. അപ്പൊ മന്ദിക്കിന്റെ മൗദൂ ആകുന്നതായ ഖാസ് അത് മുഖയ്യദുൻ, അത് മുഖയ്യദാണ്. അപ്പൊ ഇവിടെ മുഖയ്യദ് എന്ന് പറയുമ്പോ, ഖാസ് എന്ന് പറയുമ്പോ അതില് ആ ഖാസ് മുഖയ്യദുമാണ്. ആമ് എന്നുള്ളത് ഏതാണ്? മുത്തലക്കുക. ഖാസ് എന്ന് പറഞ്ഞാൽ മുഖയ്യദാണ്, ആമ് എന്ന് പറഞ്ഞാൽ മുത്തലക്ക. അതിപ്പോ സാധാരണയിൽ നമ്മൾ ചർച്ച ചെയ്താൽ ചെയ്യാറുള്ള ഒരു വിഷയമാണല്ലോ. അതവിടെ പറഞ്ഞ അന്നൽ ഖാസ് ആഹുന, ഇവിടത്തിന് ഖാസ് ഖാസ് എന്ന് പറഞ്ഞാല് അതിനി അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് മൗദൂൽ മന്ദിക്ക്, മന്ദിക്കിന്റെ മൗദൂആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം മന്ദിക്കിന്റെ മൗദൂ അത് മുഖയ്യദാണ്. വൽ ആമു, ആമ് എന്ന് പറയുന്നത്, ആമ് എന്ന് പറഞ്ഞാൽ ഏതാണ്? ആമ് എന്ന് പറയുന്നത് ഏതാണ്? അതിനി അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് മൗദൂ ഇൽമി, ഇൽമിന്റെ മൗദൂആണ്. ആ ഇൽമിന്റെ മൗദൂ എന്ന് പറഞ്ഞാൽ അത് മുത്തലക്കുക. ഏത് ദലീൽ? വലാ യുതസവ്വറു മഅരിഫത്തുൽ മുഖയ്യദ്, മുഖയ്യദിനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞത് തസവ്വുറാക്കപ്പെടുകയില്ല. മുത്തലക്കിനെ മുഖയ്യദിനെ മനസ്സിലാക്കുക എന്നുള്ള കാര്യം ഒരിക്കലും തസവ്വുറാക്കപ്പെടുകയില്ല. ഇല്ലാ ബഅദ മഅരിഫത്തിൽ മുത്തലഖ്, മുത്തലക്കിനെ മനസ്സിലാക്കൽ കൊണ്ടല്ലാതെ. മുത്തലക്കിനെ മനസ്സിലാക്കിയാൽ മാത്രമാണ് മുഖയ്യദിനെ മനസ്സിലാക്കാന് കഴിയുകയുള്ളൂ. അതിനി അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് മൗദൂൽ മന്ദിക്ക്, മന്ദിക്കിന്റെ മൗദൂ അത് മുഖയ്യദാണ്. വൽ ആമു, ആമ് എന്ന് പറയുന്നത് അഥവാ മൗദൂൽ ഇൽമി, ഇൽമിന്റെ മൗദൂ അത് മുത്തലക്ക. വലാ യുതസവ്വറു മഅരിഫത്തുൽ മുഖയ്യദ്, മുഖയ്യദിനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞത് തസവ്വുറാക്കപ്പെടുകയില്ല. ഇല്ലാ ബഅദ മഅരിഫത്തിൽ മുത്തലഖ്, മുത്തലക്കിനെ മനസ്സിലാക്കിയതിന് ശേഷമല്ലാതെ. മുത്തലക്കിനെ മനസ്സിലാക്കിയാലേ മുഖയ്യദ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതോടുകൂടി വള്ളിമാമിഹി, ആ മുത്തലക്ക് ചേരൽ കൊണ്ടിട്ടും ഇലാ മാ ഖുയ്യിദ ബിഹി, അതിനെ കൈത് കൊടുക്കപ്പെടുന്നതായ ഒന്നിലേക്ക്. മനസ്സിലായ? അപ്പം മുത്തലക്ക് മനസ്സിലായാലല്ലാതെ മുഖയ്യദ് എന്ത് ചെയ്യൂല? മനസ്സിലാക്കൂല. ഇതാണ് ഇവരുടെ ദഅവ. അപ്പൊ ചുരുക്കി പറഞ്ഞപ്പോൾ എന്തായി? മീർ പറഞ്ഞ വാദത്തിനിക്ക് മറുപടിയായിട്ടാണ് ഇപ്പൊ ഇവിടെ പറഞ്ഞത്. അപ്പൊ ഇവര് പറഞ്ഞ വാദം കൊണ്ട് സുബൂത്താക്കപ്പെടുന്നത് എന്താണ്? അതായത് മുഖയ്യദ് മനസ്സിലാവണമെങ്കിൽ മുത്തലക്ക് എന്ത് ചെയ്യണം? മനസ്സിലാവണം. മുത്തലക്ക് മനസ്സിലാവാതെ ഒരിക്കലും മുഖയ്യദ് എന്ത് ചെയ്യാൻ പറ്റൂല? മനസ്സിലാക്കാൻ കഴിയൂല. ഇതാണ് ഇപ്പൊ പറഞ്ഞ വാദം. എങ്കിൽ വറുദ്ദ ആദൽ ജവാബു, ഈ പറഞ്ഞ ജവാബിനെ ഖണ്ഡിക്കപ്പെട്ടു. നിങ്ങൾ ഈ പറഞ്ഞ വാദം ശരിയല്ല. അതെങ്ങനെ? ബി അന്നൽ മത്ലൂബ ഹാഹുന, ഇവിടത്തിലുള്ളതായ മത്ലൂബ് ലൈസ, അത് അല്ല. തസവ്വുറ മഫ്ഹൂമി മൗദൂഇൽ മന്ദിക്ക്, മന്ദിക്കിന്റെ മൗദൂഇന്റെ മഫ്ഹൂമിനെ തസവ്വുറാക്കലല്ല ഇവിടെ വിഷയം. ഇവരങ്ങനെ മനസ്സിലാക്കിയോണ്ട പ്രശ്നം. മന്ദിക്കിന്റെ മൗദൂഇന്റെ മഫ്ഹൂമ് തസവ്വുറാക്കൽ ഇവിടെ ഉദ്ദേശമില്ലാന്ന്. ശരിയാണത്. ഇവിടെ ഇപ്പൊ ഈ ജവാബ് മീരിന്റെ ഭാഗത്ത് നിന്നാ ഈ ജവാബ് വരുന്നത്. അതെ, ലൈസ തസവ്വുറു മഫ്ഹൂമി മൗദൂഇൽ മന്ദിക്ക്, മന്ദിക്കിന്റെ മൗദൂഇനെ മഫ്ഹൂമിനെ തസവ്വുറാക്ക എന്നുള്ളത് ഇവിടെ തേടപ്പെടുന്ന കാര്യമില്ലാണ്. എന്നൽ മത്ലൂബ, ഇവിടത്തിൽ തേടപ്പെടുന്ന വിഷയം
മന്ദിക്കിന്റെ മൗദൂഇന്റെ മഫ്ഹൂം തസവുറാക്കൽ വരുന്നില്ല. മന്ദിക്കിന്റെ മൗദൂഇന്റെ മഫ്ഹൂമിന് തസവുറാക്കലല്ല. അങ്ങനാണെങ്കിലല്ലേ അത്തായസിക തവക്കുഫു അല മഅരിഫത്തി മഫ്ഹൂമിൽ മൗദൂഇ, മൗദൂഇന്റെ മഫ്ഹൂമിനെ മനസ്സിലാക്കുന്നതിന്റെ മേൽ ബന്ധിക്കൊള്ളും. മൗദൂഇന്റെ മഫ്ഹൂമിനെ മനസ്സിലാക്കുന്നതിന്റെ മേലില് ബന്ധിക്കൊള്ളും. മൗദൂഇന്റെ മഫ്ഹൂമിനെ മനസ്സിലാക്കിയെങ്കിൽ ബന്ധിക്കണമെങ്കിൽ എന്ത് വരണം? മന്ദിക്കിന്റെ മൗദൂഇന്റെ മഫ്ഹൂമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് വരണം. അപ്പൊ മൗദൂഇന്റെ മഫ്ഹൂം എന്താന്ന് മനസ്സിലാവേണ്ടി വരും. മൗദൂഇന്റെ മഫ്ഹൂം മനസ്സിലായാലേ മന്ദിക്കിന്റെ മൗദൂഇന്റെ മഫ്ഹൂം എന്താന്ന് തിരിയുള്ളൂ. പിന്നെ ബലിൽ മത്ലൂബ് എങ്കിലിവിടെ തേടപ്പെടുന്ന കാര്യമാകുന്നത് മഅരിഫത്തു മാ സദഖ അലൈഹി, പിന്നെ മഫ്ഹൂമു മൗദൂഇൽ മന്ദിക്ക്, മന്ദിക്കിന്റെ മഫ്ഹൂമിന്റെ മൗദൂഇന്റെ മഫ്ഹൂമ് പറയാൻ പറ്റുന്ന ഒന്ന് ഏതാണ്, അതിന്റെ മാ സദഖ അലൈഹി ഏതാണ്, ആ മാ സദഖ അലൈഹി എന്താണെന്ന് മനസ്സിലാക്കലാണ് ഇവിടെ മർമ്മപ്രധാനമായിട്ടുള്ള വിഷയം. മനസ്സിലായ? മന്ദിക്കിന്റെ മൗദൂഇന്റെ മഫ്ഹൂമ്, മന്ദിക്കിന്റെ മൗദൂഇന്റെ മഫ്ഹൂമിന്റെ മാ സദഖ, അതിനെ പറയാൻ പറ്റുന്ന ഒന്ന് എന്ത്, അത് മനസ്സിലാക്കലാണ് ഇവിടെ ഉദ്ദേശം. ഏതുപോലെ ഉദാഹരണം കൽ മാലൂമാത്തി തസവ്വുരിയത്തി വത്തസ്ദീഖിയ, മാലൂമാത്തു തസവ്വുരിയ മാലൂമാത്തു തസ്ദീഖിയ, അതാണ് മാ സദഖ അലൈഹി. അത് മനസ്സിലാവണം. എങ്കിൽ പോലെ ഇത് ദാലിക മുഖയ്യദ, ഇത് സത്യത്തിന് മുഖയ്യദ് എന്ന് പറയാൻ പറ്റൂല. ഏത്? ഈ മാലൂമാത്തു തസവ്വുരിയെയും മാലൂമാത്തു തസ്ദീഖിയെയും സംബന്ധിച്ച് മുഖയ്യദ് എന്ന് ഒരിക്കലും പറയാൻ പറ്റൂല. അപ്പൊ അതുകൊണ്ട് തന്നെ കഥ പൊളിഞ്ഞുപോയി. അപ്പൊ നിങ്ങൾ പറഞ്ഞതായ വാദം പൊളിഞ്ഞുപോയി. ഏതാ പറഞ്ഞ വാദം? നിങ്ങൾ പറഞ്ഞതായ വാദം എന്ത് ചെയ്ത് ഇതോടുകൂടി പൊളിഞ്ഞുപോയി. കാരണം നിങ്ങൾ മനസ്സിലാക്കിയത് എന്താണ്? നിങ്ങൾ മനസ്സിലാക്കിയത്, നിങ്ങൾ പറഞ്ഞ എന്താണ്? മന്ദിക്കിന്റെ മൗദൂഅ് മുഖയ്യദാണ്. മുഖയ്യദ് മനസ്സിലാക്കി. പിന്നെ മുത്തലഖുൽ ഇൽമിന്റെ മൗദൂഅ് എന്നുള്ളത് അത് മുത്തലഖാണ്. അപ്പൊ മുത്തലഖ് മനസ്സിലാവാൻ, മുഖയ്യദ് മനസ്സിലാവണമെങ്കിൽ മുത്തലഖ് മനസ്സിലാവണം. അല്ലാതെ ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയൂല. ഞാൻ ചിലപ്പോ നിങ്ങൾ പറഞ്ഞത്. പക്ഷെ സത്യത്തില് നിങ്ങൾ ആ പറഞ്ഞ വാദം ഇവിടെ പൊളിഞ്ഞു പോവുകയാണ്. പൊളിഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ ഇവിടെ വിദ്യാർത്ഥി ഉദ്ദേശിക്കപ്പെടുന്നത് ഏതാണ്? മാലൂമാത്തു തസവ്വുരിയും മാലൂമാത്തു തസ്ദീഖിയുമാണ് മൗദൂഅ്. അത് മനസ്സിലാക്കലാണ്. ഈ മാലൂമാത്തു തസവ്വുരിയും തസ്ദീഖിയും മുഖയ്യദ് എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. ഇവര് പറഞ്ഞ വാദം ശരിയായ വാദമാണത്. മാലൂമാത്തു തസവ്വുരിയെ സംബന്ധിച്ച് മാലൂമാത്തു തസ്ദീഖിയും മുഖയ്യദ് പറയാൻ പറ്റൂല. അതൊരു മുഖയ്യദല്ലല്ലോ. അത് മുഖയ്യദിന് ഒരിക്കലും അതിനെപ്പറ്റി പറയാൻ പറ്റൂല. പിന്നെയോ ബലിൽ ഹഖു, എങ്കിലും ഇവിടുത്തെ സത്യം എന്താണ്? ബലിൽ ഹഖു, എങ്കിലും സത്യമാകുന്നത് അന്നഹു, തീർച്ചയായിട്ടും കാര്യം, ലമ്മാ കാനൽ മഖ്സൂദു തസ്ദീഖി, തസ്ദീഖിയായ മഖ്സൂദ് ആയപ്പോ എന്ത്? ബി അന്ന ശൈഅൽ ഫുലാനിയ, ഇന്നാലിന്ന ഒരു കാര്യം, മൗദൂഉൽ മന്ദിഖ്, അത് മന്ദിഖിന്റെ മൗദൂആണ്. ഏത്? തസ്ദീഖിന്റെ മഖ്സൂദ് ഇന്നാലിന്ന ഒരു കാര്യം, അത് മന്ദിഖിന്റെ മൗദൂആണ്. അതാണ് നമുക്ക് മെയിനായിട്ടുള്ള ഉദ്ദേശം. ലമ്മാ കാനൽ മഖ്സൂദ്, ഇവിടെ ഉദ്ദേശം എന്താണ്? ഇതാണ് ഉദ്ദേശം. ഏത്? ഇന്നാലിന്നത് മന്ദിഖിന്റെ മൗദൂആണ് എന്ന് തസ്ദീഖാക്കുക. ഇന്നാലിന്ന കാര്യം മന്ദിഖിന്റെ മൗദൂആണ് എന്ന് തസ്ദീഖാക്കുക. ശരിയാണ്. എങ്കിൽ വദാലിക, ആ പറഞ്ഞ കാര്യം, ലാ യുംകിനു, അത് സാധ്യമല്ല. ഏത് സാധ്യമല്ല? ഇത് ഇന്നാലിന്നത് മന്ദിഖിന്റെ മൗദൂആണ് എന്ന് പറഞ്ഞ ആ വിഷയം ഇവിടെ സൗകര്യപ്പെടുകയില്ല. ഇല്ലാ ബഅദ മഅരിഫത്തി മഫ്ഹൂമിൽ മൗദൂഇ, മൗദൂഇന്റെ മഫ്ഹൂമിനെ മനസ്സിലാക്കിയാലല്ലാതെ. അവൻ മേര് പറഞ്ഞോത്തക്കപ്പോ പോണത്, അത് മനസ്സിലാക്കിയാലല്ലാതെ നടക്കൂല.
നിങ്ങൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം എന്താണ്? ഈ അന്നഹു വാക്കായ മഹ്മൂല മനസ്സിലായില്ലേ? ബാധ ഇല്ലാ യുംകിനു ലാ യുംകിനു ഇല്ലാ ബാധ മഅരിഫത്തി മൗദൂഇൻ മഫ്ഹൂമിൽ മൗദൂഇന്റെ മഫ്ഹൂമിനെ മനസ്സിലാക്കിയാലല്ലാതെ നടക്കൂല. കാരണം ഈ അന്നഹു വാക്കായ മഹ്മൂല, അത് മഹ്മൂലായിട്ടാണ് സംഭവിച്ചിട്ടുള്ളത്. എവിടെ? ഈ ഹാദ തസ്ദീഖി, ഈ പറയപ്പെട്ടതായ തസ്ദീഖില്. അങ്ങനെ വന്നപ്പോ വസ്സറഹു, അപ്പൊ അതിനൊക്കെ തഫ്സീർ ചെയ്തു. ആ മൗദൂഇന് അവലൻ ആദ്യമായിട്ട് എന്ത് ചെയ്ത്? തഫ്സീർ ചെയ്തു. ആകയാൽ ഇവിടെ ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൽത്തിബാസ് വന്നില്ല. അതായത് മീറിന്റെ വാദം കഠിനമായ രൂപത്തില് മീറിന്റെ വാദം സുബൂത്താക്കുക ചെയ്തത്. എന്നിരുന്നാലും മീറൊന്ന് വിശദീകരിക്കാൻ പോവുകയാണ്. മീർ ഒന്നും കൂടി വിശദീകരിക്കുന്നു. അൽഹാസില് എന്താ അൽഹാസില്? അന്നൽ മത്ലൂബ ഫീ ഹാദൽ മഖാമി, ഈ മഖാമിൽ തേടപ്പെടുന്ന വിഷയം ലൗ കാന തസവ്വുറ മാ സദഖ അലൈഹി, ലൗ കാന അതാവുകയാണെങ്കിൽ തസവ്വുറ മാ സദഖ അലൈഹി മഫ്ഹൂമു മൗദൂഇൽ മന്ദിക്കിന്റെ മൗദൂഇന്റെ മഫ്ഹൂമിന്റെ മാ സദഖ തസവ്വുറാക്കലാണ് എന്ന് വെക്കുകയാണെങ്കിൽ, മന്ദിക്കിന്റെ മൗദൂഇന്റെ മഫ്ഹൂമിന്റെ മാ സദഖ ആണല്ലോ, അത് മനസ്സിലാക്കേണ്ടി വരികയാണെങ്കിൽ ലം യഅ്തദി ഇലാ മഅരിഫത്തി മഫ്ഹൂമിൽ മൗദൂഇന്റെ മഫ്ഹൂം എന്താണെന്ന് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ശരിയാണ്, അത് ശരിയാണ്, വ്യക്തമാണത്. നമുക്കിപ്പോ എല്ലാ മൗദൂകളും മനസ്സിലാക്കേണ്ട ആവശ്യമില്ലല്ലോ. നമുക്കിപ്പോ എല്ലാ മൗദൂകളെ ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ മന്ദിക്കിന്റെ മൗദൂ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. മന്ദിക്കിന്റെ മൗദൂ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതിയല്ലോ. അപ്പൊ ഈ മന്ദിക്കിന്റെ മൗദൂ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. അപ്പൊ അതുകൊണ്ട് തന്നെ മഅരിഫത്തി മഫ്ഹൂമിൽ മൗദൂഇ അസ്ബിറ, തീരെ മൗദൂഇന്റെ മഫ്ഹൂം മനസ്സിലാക്കേണ്ട ആവശ്യം തന്നെ അവിടെ ഇല്ല. കാരണം ഈ അന്നവും തീർച്ചയായിട്ടും ഇത് ഏത് ഈ മൗദൂഇന്റെ മഫ്ഹൂം എന്ന് പറയുന്ന കാര്യം ആരിദുൽ ലഹു, അതെനിക്ക് ആരിദാകുന്നുണ്ട്. ഏത്? മന്ദിക്കിന്റെ മൗദൂഇനിക്ക് ആരിതുണ്ട്. കാരണം ഈ മൗദൂഇന്റെ മഫ്ഹൂം ഇല്ലാതെ മന്ദിക്കിന്റെ മൗദൂ ഉണ്ടാവൂല. പക്ഷെ എന്തല്ല ദാത്തിയുൽ ലഹു, അതിന് ദാത്തിയാന്ന് പറയാൻ പറ്റൂല. ഏത്? ഈ പറയപ്പെട്ട മൗദൂഇന്റെ മഫ്ഹൂം എന്നുള്ളത് മന്ദിക്കിന്റെ മൗദൂഇന്റെ ദാത്തിയാന്ന് പറയാൻ പറ്റൂല. ആമിനെ പറ്റി പറഞ്ഞില്ലേ? അത് ശരിയല്ല. ഇതിപ്പോ അയവാൻ മനസ്സിലായാല് അയവാനി എന്നുള്ള ഇൻസാന്റെ ദാത്തിയാത്താന്നല്ലേ പറഞ്ഞത്, അതേപോലെ ദാത്തിയാത്തി പെടുത്താൻ പറ്റൂലാണ്. ഇനി നമ്മൾ വേറെ നോക്കാം. ഇനി വമ്മ ഇതാക്കാനൽ മത്ലൂബു, അതായത് മത്ലൂബ് ആയി നോക്കുക. അത്തസ്ദീഖ ബിൽ മൗദൂഇയ്യത്ത്, ഒരു മന്ദിക്കിന്റെ മൗദൂ ആണ് എന്നതുകൊണ്ട് തസ്ദീഖാക്കലാന്ന് വെച്ചു. മന്ദിക്കിന്റെ മൗദൂ ആണ് എന്നതുകൊണ്ട് തസ്ദീഖാക്കലാണ് ഉദ്ദേശം. അങ്ങനെ വെച്ചു കഴിഞ്ഞാലോ അപ്പൊ അവിടെ ആവശ്യമാക്കപ്പെടും ഇലാ ബയാനി മഫ്ഹൂമിഹി, മഫ്ഹൂമിനെ ബയാൻ ചെയ്യുന്നതിലേക്ക്. മഫ്ഹൂമിനെ ബയാൻ ചെയ്യുന്നതിലേക്ക് അവിടെ ആവശ്യം വരും. അപ്പോൾ മഫ്ഹൂമിനെ ബയാൻ ചെയ്യണം. ഇപ്പൊ നമുക്ക് ആവശ്യമില്ലല്ലോ. അവിടെ മൗദൂഇയ്യത്ത് കൊണ്ട് തസ്ദീഖാക്കുക എന്നുള്ള മത്ലൂബ് ഇല്ലല്ലോ അവിടെ. അങ്ങനെ വന്നാൽ ഇവിടെ വിഷയം വരും. സവാഉൻ ജുഇല, അതായത് തസ്ദീഖിൽ അതിനെ ആ മത്ലൂബിനെ ആക്കട്ടെ, മൗദൂ ആക്കട്ടെ. സവാഉൻ ജുഇല ഫി തസ്ദീഖി മൗദൂഅൻ, അതായത് ആക്കിയാലും വേണ്ടിയില്ല, ആക്കിയിട്ടില്ലെങ്കിലും വേണ്ടിയില്ല. മനസ്സിലായില്ലേ? മൗദൂ ആക്കിയാലും വേണ്ടിയില്ല, മഹ്മൂലാക്കിയാലും വേണ്ടിയില്ല. വക്കീല മൗദൂഉൽ മന്ദിക്ക്, വക്കീല പറയപ്പെട്ടിരിക്കുന്നു മൗദൂഉൽ മന്ദിക്ക്, മന്ദിക്കിന്റെ മൗദൂ അവതാണ് സവാഉൻ ജുഇല ഫി തസ്ദീഖി മൗദൂഅൻ ഔ ജുഇല മൗദൂഅ, സവാഉൻ ജുഇല ഫി തസ്ദീഖി മൗദൂഅൻ ഔ ജുഇല മഹ്മൂലൻ, മഹ്മൂലാക്കിയാലും വേണ്ടിയില്ല, മൗദൂ ആക്കിയാലും വേണ്ടിയില്ല. മനസ്സിലായില്ലേ? അപ്പം മൗദൂ ആക്കുക എന്നുള്ള അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പം ഇങ്ങനെ വരും. ഏത്? അതായത് മന്ദിക്കിന്റെ മൗദൂ ഉവദാ, ഈ പറഞ്ഞതാണ്. അല്ല മന്ദിക്കിന്റെ മഹ്മൂലാക്കുക എന്ന് പറയുമ്പോഴോ
അവൻ മന്ദിക്കിന്റെ മൗതു ഇത് ഈ പറയാൻ പോകുന്നത് അല്ല ഈ പറഞ്ഞത് അത് മന്ദിക്കിന്റെ മൗതുവാണ് എന്ന് പറയാ. അപ്പൊ ചുരുക്കി പറഞ്ഞ ഈ 3 ഐസിയത്തിലൂടെ നോക്കുകയാണെങ്കിലും എന്ത് വരുന്നില്ല, മന്ദിക്കിന്റെ അതായത് മൗതു എന്നുള്ളത് ഒരു ഖാസിന്റെ സ്ഥാനത്തോ അല്ലെങ്കിൽ അതേപോലെ തന്നെ മുത്ലഖുൽ മൗതു എന്നുള്ളത് ഒരു ആമിന്റെ സ്ഥാനത്തോ ഒരിക്കലും ഇഅ്തിബാർ ചെയ്യപ്പെടാൻ സാധ്യമല്ല. വലില്ലാഹിൽ ഹംദു വല്ലാഹു അഅലമു ബിസ്സവാബ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.